ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലുള്ള മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സൗണ്ട് വരികയാണെങ്കിൽ അതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്നാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ പാനൽ ബോർഡ് അഴിച്ച് നമുക്ക് കോണ്ടാക്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ആ സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കോണ്ടാക്ടർ അഴിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കണക്ഷൻ 2 വയർ താഴെ വരുന്നത്, അതുപോലെ തന്നെ പിന്നീട് വരുന്നത് നമ്മുടെ കോയിൽ വോൾട്ടേജ് ന്യൂട്രൽ ഫേസുമാണ് വരുന്നത്. നമ്മുടെ 220 ആണ് നമ്മുടെ കോയിൽ വരുന്നത്. നമ്മുടെ കോണ്ടാക്ടർ അയക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിലെ 2 സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കണക്ഷൻസ് വരുന്ന ഭാഗം നമുക്ക് ഒരു പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. ചില കേസുകൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്താൽ തന്നെ ആ സൗണ്ട് പോകുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടും പോകാത്തതാണെങ്കിൽ നമുക്കതിൻ്റെ കോണ്ടാക്ടറിൻ്റെ ബാക്ക് കവർ അഴിച്ച് എടുത്തതിന് ശേഷം നമുക്കത് ക്ലീൻ ചെയ്യാവുന്നതാണ്. കോണ്ടാക്ടറിൻ്റെ ബാക്ക് കവർ അഴിച്ചെടുത്താൽ നമുക്ക് അതിൻ്റെ റിലേ ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ മാഗ്നറ്റിക്കും. അപ്പോൾ അത് നമുക്ക് ആ ബാക്കിലത്തെ 4 സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സൗണ്ട് വരാൻ കാരണം ഉറുമ്പ് കയറിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറുമ്പ് ഓൾറെഡി ഇതിൽ കുറേയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ സൗണ്ട് കറക്റ്റായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് അഴിച്ചെടുക്കുന്ന സാധനങ്ങൾ മിസ്സാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഒരു പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്ത് രണ്ടാമത് നമുക്കതിലേക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 ഭാഗവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്ക് 4 സ്ക്രൂ അതിലേക്ക് സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം ഈ ഒരു സ്പ്രിങ് ആക്ഷൻ കിട്ടില്ല നോക്കണം. എന്നതിന് ശേഷം അതിൻ്റെ ടോപ്പ് കവർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് 2 സ്ക്രൂ അതുപോലെ തന്നെ വെച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.